ഇൽഹാഡി ക്യൂമാഡ ഗ്രാൻഡെ എന്നത് ബ്രസീലിലെ മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ്. കാടും അതിനെ ചുറ്റി സ്ഫടിക നീലനിറത്തിൽ സമുദ്രവുമുള്ള അതിസുന്ദരിയായ ദ്വീപ്. ബ്രസീൽ നിവാസികൾക്കെല്ലാം ഈ പ്രദേശത്തെക്കുറിച്ചറിയാം. എന്നാൽ അവിടെ പോവുക എന്നത് അവരിൽ പലരുടെയും വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാകില്ല. അതിന് കാരണവുമുണ്ട്. മുന്നിൽ തുറന്ന അറ്റ്ലാന്റിക് സമുദ്രം. കരയിലേക്ക് കാലെടുത്ത് വെച്ചാൽ ഇടത്തും വലത്തും മുന്നിലും പിറകിലുമെല്ലാം കൊടിയ വിഷമുള്ള പാമ്പുകൾ. അവിടേക്കെത്തിയാൽ ഏതു നിമിഷവും ഒരു പാമ്പിന്റെ കടി പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും മാരക വിഷപ്പാമ്പുകളിൽ ഒന്നായ ഗോൾഡൻ ലാൻഡ്സ്ഹെഡ് നിറഞ്ഞ ഇടം. അതാണ് പാമ്പുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഇൽഹാഡി ക്യൂമാഡ ഗ്രാൻഡെ. ഏറ്റവും മാരകമായതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ പാമ്പുകളുടെ ഇടമാണിത്. ബ്രസീലിന്റെ തീരത്ത് നിന്ന് ഏകദേശം 33 കിലോമീറ്റർ അകലെ സാവോ പോളോ സംസ്ഥാനത്തിന് സമീപമാണ് ജനവാസമില്ലാത്തതും സന്ദർശകർക്കോ ടൂറിസ്റ്റുകൾക്കോ തുറക്കാത്തതുമായ സ്നേക്ക് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഇൽഹാഡി ക്യൂമാഡ ഗ്രാൻഡെ. ഏകദേശം 5000 അടി നീളവും 1600 അടി വീതിയുമായി 106 ഏക്കറേയുള്ളൂ ആകെ ഈ ദ്വീപിന്റെ വിസ്തീർണം. 2000-നും 4000-നും ഇടയിൽ ഗോൾഡൻ ലാൻഡ്സ്ഹെഡ് വിഷസർപ്പങ്ങളാണ് ഇവിടെയുള്ളതെന്നാണ് കണക്കാക്കുന്നത്. ഈ പാമ്പുകളുടെ വിഷമേറ്റാൽ 1 മണിക്കൂറിനുള്ളിൽ മരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ദ്വീപിലെ പാമ്പുകളുടെ എണ്ണം ആയിരക്കണക്കിന് വർഷങ്ങളായി പരിണമിച്ചതാണ്. അതായത് ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപ് ബ്രസീലിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിന്ന് ഇൽഹാഡി ക്യൂമാഡ ഗ്രാൻഡയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ സമുദ്രനിരപ്പ് ഉയർന്നു. അത്തരത്തിൽ ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ പാമ്പുകൾക്ക് ഇരകളോ വേട്ടക്കാരോ ഇല്ലായിരുന്നു. ഭക്ഷണം കണ്ടെത്താൻ പാമ്പുകൾക്ക് നീണ്ട പറക്കലിനിടെ ദ്വീപിൽ കാലാനുസൃതമായി സന്ദർശിക്കുന്ന ദേശാടന പക്ഷികളെ ഇരയാക്കേണ്ടി വന്നു. ഏതു പാമ്പുകളെക്കാളും 3-5 മടങ്ങ് വിഷവീര്യമുള്ളവയാണ് ഗോൾഡൻ ലാൻഡ്ഹെഡ് പാമ്പുകൾ. ഇവയുടെ വിഷത്തിന് മിക്ക ഇരകളെയും തൽക്ഷണം കൊല്ലാൻ കഴിവുണ്ട്. ചികിത്സയ്ക്ക് പോലും സമയമില്ലാതെ ഇരകൾ മരിക്കാനുള്ള സാധ്യത 3%. പാമ്പിന്റെ വിഷം വൃക്ക തകരാറ്, പേശീകലകളുടെ നാക്രോസിസ്, മസ്തിഷ്ക രക്തസ്രാവം, കുടൽ രക്തസ്രാവം എന്നിവയ്ക്ക് കാരണമാകുന്നു. ബ്രസീലിൽ പാമ്പ് കടിയേറ്റവരിൽ 90% വരുന്നത് ഗോൾഡൻ ലാൻഡ്സ്ഹെഡ് പാമ്പുകളുടെ അടുത്ത വംശത്തിൽപ്പെട്ട ലാൻഡ്സ്ഹെഡ് പാമ്പിൽ നിന്നാണ്. രണ്ടും ബ്രോഡോപ്പ് എന്ന ജനുസിലെ അംഗങ്ങൾ തന്നെയാണ്. അപകട സാധ്യതയുള്ളതിനാൽ ബ്രസീൽ സർക്കാർ ഇൽഹാഡി ക്യൂമാഡ ഗ്രാൻഡ് സന്ദർശനങ്ങൾ കർശനമായി നിയന്ത്രിക്കുന്നു. ഈയൊരു ദ്വീപ് നിലവിൽ വിനോദസഞ്ചാര കേന്ദ്രവുമല്ല. ചില സ്ഥലങ്ങളിൽ ഓരോ ചതുരശ്ര മീറ്ററിലും ഒരു പാമ്പുണ്ടെന്ന് ചില കണക്കുകൾ അവകാശപ്പെടുന്നു. നിയമപരമായി അനുവദിച്ചിട്ടുള്ള സന്ദർശനങ്ങളിൽ ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ബ്രസീലിയൻ സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ദ്വീപിൽ കടന്നുപോകുന്ന ബോട്ടുകളുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ ഒരു വിളക്കുമാടമുണ്ടവിടെ. 1920-കൾ മുതൽ നാവികസേന വർഷം തോറും ഈ വിളക്കുമാടം പരിപാലിച്ചു പോരുന്നു. മുൻകാലങ്ങളിൽ നേവി ലൈറ്റ് ഹൌസ് കീപ്പർമാർ ദ്വീപിൽ താമസിച്ചിരുന്നു. അവർ താമസിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണാൻ സാധിക്കും. ബയോളജിസ്റ്റുകൾക്കും ഗവേഷകർക്കും ഈ ദ്വീപ് ഒരു പ്രധാന ലബോറട്ടറി കൂടിയാണ്. അവർക്ക് പാമ്പുകളെക്കുറിച്ച് പഠിക്കാനായി ദ്വീപ് സന്ദർശിക്കാൻ പ്രത്യേക അനുമതിയും സർക്കാർ നൽകിയിരിക്കുന്നു. ഗോൾഡൻ ലാൻഡ്സ്ഹെഡും അതിന്റെ പരിണാമവും നന്നായി മനസ്സിലാക്കുന്നതിലൂടെ ബ്രോട്ടോപ്പ് ജനുസിലെ മൊത്തത്തിൽ നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ജീവശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്രസീലിൽ സ്ഥിരമായി സംഭവിക്കുന്ന പാമ്പ് കടിയേറ്റുണ്ടാവുന്ന മരണത്തെ കൂടുതൽ ഫലപ്രദമായി ചികിത്സിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ വിഷം ഹൃദ്രോഗം, രക്തചംക്രമണം, രക്തം കട്ടപിടിക്കൽ എന്നിവയുണ്ടാക്കുമെന്ന് ഇതിനകം തെളിഞ്ഞിട്ടുണ്ട്. ഇത് ആരോഗ്യരംഗത്ത് എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ പരീക്ഷിക്കാമെന്നും നിലവിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. സ്നേക്ക് ഐലൻഡിൽ മാരകമായ പാമ്പുകൾ മാത്രമല്ല ഉള്ളത്. വിഷരഹിത പാമ്പുകളും ഭീമൻ പാറ്റകളും വെട്ടുകിളികളും ഈയൊരു ദ്വീപിൽ വളരെ അധികമുണ്ട്. നാട്ടുകാരും ദേശാടനക്കാരുമായി 68 ഇനം പക്ഷികളാണ് ഇവിടുത്തെ താമസക്കാർ. ബ്രസീലിൽ കാണാൻ കിട്ടുന്ന യാതൊരു സസ്തനിയും ദ്വീപിൽ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വേട്ടക്കാരിൽ നിന്ന് ഒളിച്ചു നിൽക്കാതെ തന്നെ അതിവേഗം വളരാനും പുനരുൽപ്പാദിപ്പിക്കാനും ഇവിടുത്തെ പാമ്പുകൾക്ക് സാധ്യമാവുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. പക്ഷേ ഇരകൾ വേണ്ടത്ര ലഭിക്കാത്തതും ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും രോഗങ്ങളും കാട്ടുതീയും ദ്വീപിൽ പലതവണ പാമ്പുകളുടെയും എണ്ണത്തിൽ കുറവിന് കാരണമായിട്ടുണ്ട്. മനുഷ്യന്റെ കടന്നുകയറ്റവും ഇതിന് ആക്കം കൂട്ടുന്നുണ്ട്. സ്വതന്ത്രമായ പ്രത്യുൽപാദനം സാധ്യമാണ് എങ്കിലും പ്രത്യുൽപാദന കാര്യക്ഷമത അതിന്റെ പ്രധാന ഭൂപ്രദേശത്തുള്ള പാമ്പുകളേക്കാൾ കുറവാണ്. ബയോപൈറേറ്റ്സ് എന്നറിയപ്പെടുന്ന വന്യജീവി കള്ളക്കടത്തുകാർ ഇൽഹാഡി ക്യൂമാഡ ഗ്രാൻഡയിൽ പതിവാണ്. പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കും ജീവികളെ കടത്തുന്ന സംഘങ്ങൾ പാമ്പുകളെ പിടിക്കുകയും നിയമവിരുദ്ധമായ വഴികളിലൂടെ വിൽക്കുകയും ചെയ്യുന്നു. ഒരു ഗോൾഡൻ ലാൻഡ്സ്ഹെഡിന് $10,000 മുതൽ $30,000 വരെ വില ലഭിക്കും. ചില കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 15 വർഷത്തിനിടെ എണ്ണത്തിൽ 50% കുറവുണ്ടായിട്ടുണ്ട് ഈ പാമ്പുകൾക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പായി നിലവിൽ ചുവപ്പ് പട്ടികയിലാണ് ഈ പാമ്പുകളുള്ളത്.